നാളെ സാബു ജേക്കബിനെ വിളിച്ചിട്ട് ബാബറി മസ്ജിദ് പൊളിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം അങ്ങോട്ട് പോകുന്നതാണ് നിങ്ങളുടെ വിചാരം? 89 ഈ സംഭവത്തിന് ശേഷം ഈ ഇന്ത്യ മഹാരാജ്യത്ത് എത്ര പള്ളി പൊളിച്ചു? പള്ളി പൊളിക്കുക എന്നതായിരുന്നു RSSന്റെ ലക്ഷ്യം. രാമക്ഷേത്രം നിലനിന്നിരുന്ന ഒരു സ്ഥലത്ത് ഒരു പള്ളി ഉയർന്നു എന്നുള്ളതായിരുന്നു അവരുടെ പ്രശ്നം. അല്ലാതെ ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിംസിന്റെ പള്ളി പൊളിക്കുകയായിരുന്നില്ല അവരുടെ ലക്ഷ്യം. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തെ പല പള്ളികളും പൊളിക്കാൻ ശേഷിയുള്ള സംഘടനയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നില്ലേ ഇത്? ചെയ്തിട്ടില്ലല്ലോ ഒരു കാലത്തും. നിങ്ങൾക്ക് ചിലപ്പോൾ അഖിൽമാരെ പറ്റി ആരെങ്കിലും ഒരുത്തം പറയുമ്പോൾ 10 പേര് ഒന്ന് തെറി വിളിച്ചാൽ കിട്ടുന്ന ഒരു സന്തോഷത്തിനാണെന്നുണ്ടെങ്കിൽ ചെയ്തോളൂ, ഒരു കുഴപ്പമുള്ള കാര്യമല്ല. നാട് നന്നാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയരുത്. അല്ല, പറയാനേ പാടുള്ളൂ, ഒന്നും പ്രവർത്തിക്കരുത്. അതാണ് കമ്മ്യൂണിസം. അപ്പം അങ്ങനെ കുറേ ഡയലോഗ്സ് ഉണ്ട്. ഈവൻ BJPക്കെതിരെയുള്ള അവരുടെ തമാശ രൂപേണ അവരെയൊക്കെ ഞാൻ ആക്ഷേപിച്ചിട്ടുണ്ട്. ഒരു നാടിനെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് വകുപ്പ് യഥാർത്ഥ വിദ്യാഭ്യാസമാണ്. കാലഘട്ടപ്പെട്ട ആശയങ്ങളും പുതിയ കാലഘട്ടത്തിൽ നടക്കാൻ പോകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാതെ നമ്മുടെ കുട്ടികളെ പഴയ സിസ്റ്റങ്ങൾ കുത്തിക്കയറ്റി വെച്ച് പഠിപ്പിച്ച് ഭാവിയിൽ അവരെ എങ്ങനെ ജീവിക്കണമെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പഴയ സിസ്റ്റം ഇങ്ങനെ വിഷം പോലെ കുത്തിവെച്ച് കൊടുക്കുകയാണ്. ശിവൻകുട്ടിക്ക് എത്ര മാർക്ക് കൊടുക്കും? 0 താഴോട്ട് പിടിക്കും. ഞാൻ ഒരു സെലിബ്രിറ്റി ജാടെ നാളിതുവരെ ഒരു മനുഷ്യനെടുത്തും കാണിച്ചിട്ടില്ല. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുമില്ല. ആകെ ഞാൻ ചെയ്ത തെറ്റെന്ന് പറയുന്നത്, ഞാൻ 2-3 ആഡംബര വാഹനങ്ങൾ വാങ്ങി. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പം പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്താനുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇവർ തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചത്. അപ്പം അതുകൊണ്ടായിരിക്കാം കുറച്ച് സെലിബ്രിറ്റി വാല്യൂ ഉള്ള ആൾക്കാരെ കണ്ടെത്താൻ ശ്രമിച്ചത്. ഇപ്പുറത്ത് നോക്കും, ഉമ്മൻചാണ്ടി സാറിന്റെ മരുമോൻ 2020 സ്ഥാനാർത്ഥിയാണ് കൊടുങ്ങല്ലൂര്. ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാൾ സജീവമായ സമയത്ത് ഇവിടെ കേരളത്തിൽ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആരെങ്കിലും തയ്യാറായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അതിൽ പോയാണ്. കാര്യം എനിക്ക് കുറച്ചും കൂടെ ഒരു സ്വതന്ത്ര കാഴ്ചപ്പാട് നിലനിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജനം സ്വീകരിക്കട്ടെ. ദൈവം തിരിച്ചറിയട്ടെ. കാര്യം കേരളം എന്ന ബിഗ് ബോസ് ഹൗസ് വെളിയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്.